അപ്പോൾ കോൺഗ്രസിൻ്റെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി പുതിയൊരു ഭൂമി കൂടി കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ എടുത്ത 3.5 ഏക്കർ സ്ഥലം, അതായത് മേപ്പാടി കൊന്നമ്പറ്റയിൽ നേരത്തെ എടുത്ത് അവിടെ കാപ്പിച്ചെടികളൊക്കെ വെട്ടിമാറ്റിയിരുന്നു. ഒരു ജനവാസ മേഖല. ഇതിനപ്പുറത്ത ഹൈവേ കാണുന്നത് ഊട്ടി ചുണ്ട ഹൈവേ ആണ്. അതിനോട് ചേർന്നുള്ള സ്ഥലത്താണ്. ഇപ്പോൾ അതിൻ്റെ അടുത്തതായി തന്നെ ഒരു 2.5 ഏക്കർ സ്ഥലം കൂടി പുതിയതായി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷൻ കൂടി കഴിഞ്ഞാൽ ഈ ഭൂമിയിലാകെ അറക്കല്ലിട്ട് വീട് നിർമ്മാണം ആരംഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവ് സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഒരു സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഒരു 200-250 മീറ്റർ മാത്രം ദൂരെയുള്ള റോഡുള്ള ആ റോഡൊന്ന് നന്നാക്കണമെന്ന് മാത്രം, ടാർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ടാർ ചെയ്യാത്ത റോഡാണെന്ന് മാത്രമേ ഉള്ളൂ. കരിങ്കല്ല് മാത്രമേ 200-250 മീറ്റർ ദൂരം മാത്രമുള്ള റെസിഡൻഷ്യൽ ഏരിയയാണ്. തൊട്ടപ്പുറത്ത് ഒരു ആശ്രമമുണ്ട്, തൊട്ടപ്പുറത്ത് വീടുണ്ട്, റിസോർട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ കൂടി CPI പ്രചരിപ്പിക്കുന്ന ആനക്കാടാണെന്നാണ്. നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, വഴിയിലൊക്കെ വീടുകളുണ്ടല്ലോ. തൊട്ടപ്പുറത്ത് ആശ്രമമുണ്ട്, ആനന്ദമാത ആശ്രമമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് റിസോർട്ടാണ്. ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡ് കാണാം. അത്രയും മനോഹരമായൊരു സ്ഥലമാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്. സർക്കാർ 1 വർഷം എടുത്തപ്പോൾ കോൺഗ്രസ് 4 മാസം കൊണ്ടാണ് സ്ഥലം മേടിച്ചത്. തൊട്ടപ്പുറത്തുള്ള സ്ഥലം ഈ ആഴ്ച തന്നെ രജിസ്ട്രേഷൻ നടത്തുകയാണ്. 6 ഏക്കർ ഇവിടെ തന്നെ സ്ഥലമായി. ഈ മാസം തന്നെ തറക്കല്ലിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ തരുമെന്നാണ് നമ്മൾ കരുതിയത്. സർക്കാർ അങ്ങനെ പ്രത്യേകമായി സ്ഥലം അനുവദിച്ച് തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലം മേടിക്കാൻ ഇറങ്ങി. പിന്നെ ഇവിടെ സ്ഥലം മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ പ്ലാന്റേഷൻ പ്രോപ്പർട്ടിയാണോ, ഏതെല്ലാം എന്തെങ്കിലും ലീനുള്ള പ്രോപ്പർട്ടിയാണെന്ന് നോക്കണം. സൂക്ഷ്മമായ നിയമപരിശോധന. 10-12 പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞിട്ടാണ് നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു. ഇപ്പോൾ ബിൽഡിംഗ് പണിയാനുള്ള അപ്രൂവലെല്ലാം കിട്ടിയിട്ടുണ്ട്. വീട് പണി തുടങ്ങാനുള്ള അപ്രൂവലും കിട്ടിയിട്ടുണ്ട്. ഇനി തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങും. ലീഗ് അതിൻ്റെ 52 വീടുകൾ ഇപ്പോൾ 28-ാം തീയതി കൊടുക്കുകയാണ്. സർക്കാരിൻ്റെ ആയിട്ടില്ലേ, ഒരു 1.5 കൊല്ലമല്ല സർക്കാർ തുടങ്ങിയിട്ട്. ലീഗ് 52 വീട് കൊടുക്കുകയാണല്ലോ. അപ്പോൾ സർക്കാർ ആയിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവരുടെ നിർമ്മാണ ചുമതല നടത്തുന്ന ആളുകൾ തന്നെ നിർമ്മാണ ചുമതലയും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി പണി തുടങ്ങും. വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കും. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഈ 52 വീട് ലീഗ് നൽകുന്ന സ്ഥലത്തിനെതിരെ CPM അവിടെ പ്രകടനം നടത്തി ഇല്ലേ? ആ സ്ഥലം മേടിച്ചപ്പോൾ പ്രകടനം നടത്തി. തോട്ടഭൂമിയാണെന്നും പറഞ്ഞ് പ്രകടനം നടത്തി. ഗവൺമെൻറ് എക്സംഷൻ മേടിച്ചു, തോട്ടഭൂമിക്ക് എക്സംഷൻ മേടിച്ചു. വേറെ ആരും ചെയ്യാൻ പാടില്ല. വേറെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് നല്ല കാര്യം ചെയ്യല്ലേ.